വയറിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഗ്യാസിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ച് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ തിരിച്ചറിയാതെ ആയിരിക്കും പല ആളുകളും പല മരുന്നുകളും കഴിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഗ്യാസിൻ്റെ ഗുളികകൾ വെറും വയറ്റിൽ അങ്ങനെ കഴിച്ചു പോകും. പക്ഷേ നമ്മളെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളോ അല്ലെങ്കിൽ പല ശ്രദ്ധകളോ ഉണ്ടായാൽ തന്നെ പലപ്പോഴും നമുക്ക് ഗുളികകളില്ലാതെ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളെ പരിപൂർണമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും വിശ്വസിക്കില്ല. അതിലേറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ പീസ് റേഡിയോ ആരോഗ്യ ചിന്തയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് വേഗത്തിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. പല ആളുകളും ചവക്കാതെ വിഴുങ്ങി വിടുന്ന ശീലമുള്ള ആളുകളുണ്ട്. പെട്ടെന്ന് കഴിച്ച് ചിലപ്പോൾ തിരക്കുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരത് ശീലമായിട്ടുണ്ടാവും ചവക്കാതെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നമ്മളെ ഡൈജഷൻ്റെ നല്ലൊരു ശതമാനവും കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മുടെ വായിൽ നിന്നാണ്. നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണം നമ്മൾ ഭക്ഷണം ഇറക്കാൻ എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ അമിതമായിട്ട് വയറ് ഫില്ല് ചെയ്ത് കഴിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മൾ വയറിൽ പരമാവധി നമുക്ക് സ്പേസ് ഇട്ടുകൊണ്ട് തന്നെ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് കഴിക്കുക എന്നുള്ളതാണ്. കുറച്ച് വെള്ളം കുടിക്കാനുള്ള സ്പേസ് വേണം, കുറച്ച് ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ്, ബാക്കി കുറച്ച് ഫ്രീ കൂടി ഉണ്ടെങ്കിലേ നമ്മുടെ ദഹനം പരിപൂർണമാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നീട് അമിതമായിട്ടുള്ള ജങ്ക് ഫുഡുകളുടെയും പുറത്തു നിന്നൊക്കെ ഫാസ്റ്റ് ഫുഡുകളുടെയും ഉപയോഗം എന്നുള്ളത് പല ആളുകളും സ്ഥിരമായിട്ട് അതിന് അഡിക്റ്റഡ് ആണ്. ഇപ്പോൾ പല കുട്ടികൾക്കൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചെങ്കിലേ അവർക്ക് ഭക്ഷണം ഇറങ്ങുള്ളൂ, വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതൊന്നും കഴിക്കില്ല. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ പാർസൽ വീട്ടിലേക്ക് ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഹോട്ടലിൽ പോയി കഴിക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടിലുള്ള സാധാരണ നോർമലി കുക്ക് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു ശീലം ഇന്ന് പല കുടുംബങ്ങളിലും പല ആളുകളിലും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒക്കേഷനിൽ നമുക്ക് എന്തെങ്കിലും നല്ല ചടങ്ങുകളുള്ള സമയത്തോ ഒക്കെ നമുക്കതാവാം. പക്ഷേ അമിതമായിട്ട് ഇതൊരു സ്ഥിരം ഡയറ്റിൽ ഒരാഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഓർക്കുക, വയറിൻ്റെ പ്രശ്നങ്ങൾ അധികം വൈകാതെ നമുക്കൊക്കെ വരും എന്നുള്ളതാണ്. ഈ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിൽ ഉണ്ടാകുന്ന പ്രിസർവേറ്റീവ്സ്, പിന്നെ അമിതമായിട്ട് ഉപയോഗിക്കുന്ന കളറുകൾ, പിന്നെ അമിതമായിട്ട് ഉപയോഗിക്കുന്ന മുളക് പൊടികളും അതുപോലെ മസാലകളൊക്കെ നമ്മുടെ വയറിൽ ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം അതുകൊണ്ട് സ്ഥിരമായിട്ട് അത്തരം ജങ്ക് ഫുഡ്സുകളും കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നീട് നാലാമതായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചുടനെ പോയി കിടക്കുന്ന ശീലം പല ആളുകളിലുണ്ട്. അതും ഈ ദഹനത്തെ കൃത്യമായിട്ട് ബാധിക്കാനും ഈ ഗ്യാസ്ട്രോഇസോഫേഗൽ റിഫ്ലക്സ് ഡിസീസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ കൂട്ടാനും വഴിവെക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളും നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നീട് അഞ്ചാമതായിട്ടുള്ള ഒന്നാണ് സ്ട്രെസ് ലെവൽ. പല ആളുകളിലും സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ തന്നെ വയറിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ സ്ട്രെസ് ലെവൽ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ മാനസിക ആരോഗ്യം കൃത്യമാക്കുക എന്നുള്ളത് നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമാണ്. വയറിൻ്റെ ആരോഗ്യവും മനസ്സിൻ്റെ ആരോഗ്യവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വയറിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണമെങ്കിൽ മനസ്സിൻ്റെ ആരോഗ്യം കൃത്യമായിട്ട് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അമിതമായിട്ടുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ അത് കുറക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ്. പിന്നീട് അമിതമായിട്ടുള്ള ഉപ്പിൻ്റെയും ഷുഗറിൻ്റെയൊക്കെ ഉപയോഗം അതും നമ്മുടെ വയറിൻ്റെ പ്രശ്നങ്ങളെ കൂട്ടുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മിതമായിട്ടുള്ള രീതിയിൽ ഉപ്പും മധുരമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണത്തിലുള്ള അമിതമായിട്ട് കളറ് പ്രിസർവേറ്റീവ്സൊക്കെ ആഡ് ചെയ്ത ഭക്ഷണമൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നാടൻ ഭക്ഷണ രീതി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ വയറിനൊക്കെ പ്രയാസങ്ങളില്ലാതെ, അസിഡിറ്റിയുടെ പ്രശ്നങ്ങളില്ലാതെ, ഗ്യാസ്ട്രിക് അൾസറിൻ്റെ പ്രശ്നങ്ങളില്ലാതൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നീട് അമിതമായിട്ട് ഓയിലി ഫുഡുകളുടെ ഉപയോഗം അതും വളരെയധികം കൂടി വരുന്നുണ്ട്. അപ്പോൾ അത്തരം ഓയിലി ഫുഡുകളുടെ ഉപയോഗം കുറക്കുക എന്നുള്ളതാണ്. പിന്നീട് രാത്രി അമിതമായിട്ട് ഹെവി ഡയറ്റ്, രാത്രിയൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി രാത്രി വൈകിയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് സംസാരിച്ച് ഭയങ്കര ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ശീലം ഇന്ന് പല ആളുകളിലും ഉണ്ട്. അപ്പം അത്തരം ശീലങ്ങളൊക്കെ നമ്മുടെ വയറിൻ്റെ പ്രശ്നങ്ങൾ കൂട്ടാനേ വഴിവെക്കുള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കുക. വയറിൻ്റെ ആരോഗ്യമാണ് ഇന്നത്തെ ആരോഗ്യ ചിന്തയിൽ നിങ്ങളുമായി പങ്കുവച്ചത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.